മാരാമൻ മണൽപ്പുറത്തെ പ്രാർത്ഥനാനിരതമാക്കുന്ന ഒരു കേന്ദ്രമാണ് മണൽപ്പുറത്ത് ഒരുക്കിയിരിക്കുന്നതായ ഈ പ്രാർത്ഥനാലയം. അതിമനോഹരമായിട്ട് അണിയിച്ചൊരുക്കിയ ഒരു പ്രാർത്ഥനാലയം, ഒരു ചാപ്പൽ. അഭിനയ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനി സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിലാണ് ഇത്തരമൊരു ചാപ്പലിനെ പറ്റിയുള്ള ആലോചന നടന്നതും ഇതിൻ്റെ രൂപീകരണം സംഭവിക്കുന്നതും. ഒട്ടേറെ ആളുകൾ മാരാമൺ കൺവെൻഷന് വരുന്ന ഒട്ടേറെ ആളുകൾ പ്രാർത്ഥിക്കുവാൻ, തങ്ങളുടെ ഭാരങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ, ദൈവസന്നിധിയിൽ മുട്ടുകൾ മടക്കുവാൻ ലഭിക്കുന്ന ഒരു സാവകാശമാണ് ഈ പ്രാർത്ഥനാലയം. ഈ പ്രാർത്ഥനാലയത്തിൻ്റെ ആരംഭത്തെപ്പറ്റി, ഇതിൻ്റെ അനുഭവങ്ങളെപ്പറ്റി, ഇതിൻ്റെ ആരംഭത്തിന് നേതൃത്വം നൽകിയ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനി ഇപ്പോൾ മാർത്തോമ വിഷനുമായിട്ടും DSMC മീഡിയയുമായിട്ട് ഇപ്പോൾ പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. അഭിമന്യ തിരുമേനി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കൺവെൻഷൻ പലതരത്തിലുള്ള ആളുകളാണ് വരുന്നത്. ഭാരം, വേദന, ബുദ്ധിമുട്ട്, വൈഷമ്യം, പ്രശ്നങ്ങൾ, ടെൻഷൻ, ഇതെല്ലാം മധ്യത്തിലാണ് ആളുകൾ. ഒരു അസൈലം പോലെ ഇവിടെ വന്നാൽ ഒരു ചുമട് താങ്ങി പോലെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ വേണ്ടി ഒരു സ്ഥലമാണ്. പല ആളുകളും പന്തലിൽ കയറുമ്പോൾ തന്നെ കുരിശ് വരച്ച് കയറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കെല്ലാം ഒരു ദേവാലയം പോലെയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന വചന കേൾവി, അതിനുള്ള മാനസാന്തരം, പാപക്ഷമ എല്ലാം ലഭ്യമാകാൻ തക്കോണം ക്രമപ്പെടുത്തിയ ഒന്നാണ് ഈ ചാപ്പൽ. ആളുകൾക്ക് എപ്രകാരം ഒരു സ്ഥലമില്ലാതെ വിഷമിക്കുന്ന ഞാൻ കണ്ട് ബോധ്യപ്പെട്ടപ്പോൾ ആളാമ്പ്രതി വേലയിൽ നിന്ന് ലഭിച്ച ഒരു പ്രചോദനമാണ് ആളുകൾക്ക് വന്ന് പ്രാർത്ഥിക്കാനൊരു സ്ഥലം. വചന കേൾവിയോട് ചേർന്ന് തന്നെ അവർക്ക് ഈ ചാപ്പലിൽ വന്ന് സ്വയം ദൈവവുമായിട്ട് ബന്ധിപ്പാനും തങ്ങളുടെ പ്രശ്നങ്ങളും ആവലാതികളും ദൈവമുൻപാകെ സമർപ്പിക്കുന്നതിനും ആശ്വാസം കണ്ടെത്തി മടങ്ങിപ്പോകുന്നതിനുള്ള ദൈവികമായ ഒരു പദ്ധതിയാണ് ഈ ചാപ്പൽ. ആരംഭത്തിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നിയാലും ഇത് ദൈവം ഒരു അനുഗ്രഹ മുഖാന്തരമാക്കിയൊരു സ്ഥലമാക്കി തന്നിരിക്കുന്നു. ഒരു കല്ല് വെച്ച് ഉറങ്ങി നേരം വെളുത്തപ്പോൾ യാക്കോബ് എഴുന്നേറ്റപ്പോൾ വാസ്തവമായി ദൈവം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് നമസ്കരിച്ചതുപോലെ തന്നെയാണ് ഈ ചാപ്പലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവരും. അപ്രകാരം ഒരു പ്രാർത്ഥനാ അനുഭവത്തിൽ ആളുകളെ ഒന്നിപ്പിക്കുന്നതിനും ബന്ധിപ്പിക്കുന്നതിനും ശക്തിദായകമായ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിനും ദൈവം ഈ ചാപ്പൽ മുഖാന്തരമാക്കി ഈ സംഘം അപ്രകാരം ഒരു തീരുമാനമെടുത്ത് അത് മുന്നോട്ട് പോകുന്നത് കാണുന്നത് സന്തോഷമാണ്. അനേക ആളുകൾക്ക് ഈ പ്രാർത്ഥനാ അനുഭവത്തിൽ നിന്ന് സന്തോഷം പ്രാപിച്ച് മടങ്ങിപ്പോകാൻ ദൈവം ചാപ്പൽ മുഖാന്തരമാക്കുന്നു. വന്നു ചേരുന്ന എല്ലാവരും കർത്താവുമായുള്ള ബന്ധത്തിലും ഉറയ്ക്കുന്നതിനും ബലപ്പെടുന്നതിനും ശക്തി പ്രാപിക്കുന്നതിനും ഈ ചാപ്പൽ മുഖാന്തരമാണ്. അതിന് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചാപ്പലിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഇതൊരു അനുഗ്രഹ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തന്നെ.